100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 2 ട്രേഡാണ് എടുത്തത്. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ കാണാം 2 ട്രേഡ് എടുത്തു. അതിൽ 2 SL അടിച്ചു. അതിൻ്റെ ടൈമും കാര്യങ്ങളും ഇതാ 52,700 PE 52,700 C ആണ് എടുത്തത്. 2 SL അടിച്ച് ഏകദേശം 300 വെച്ചിട്ടാണ് അടിച്ചത്. ടോട്ടൽ 600 രൂപേൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ടിൽ പോയി നോക്കി നോക്കാം. ഫസ്റ്റ് എൻട്രി എടുത്തത് 11:26 അടുത്ത് 27 ഞാൻ അടിച്ചു. 1 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞ്. അടുത്തത് 14:2:9 എടുത്ത് 2:9 തന്നെ അടിച്ച് 1 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി കഴിഞ്ഞ്. ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. 11:26 ഫസ്റ്റ് എൻട്രി. ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോഴാണ് ഫസ്റ്റ് എൻട്രി. അത് ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് മേലോട്ടേക്ക് പോകുന്നുള്ള എക്സ്പെക്റ്റേഷനിലെടുത്തു. പെട്ടെന്ന് തന്നെ SL അടിച്ച് ബാക്കി 1 മിനിറ്റിൽ പോയി കാണിച്ചു തരാം. അതിൽ രണ്ടാമത്തെ എൻട്രിയിൽ SL അടിച്ച ഒരു ടിപ്പിലാണ്. അത്രയും ഷാർപ്പ് എൻട്രി ഒക്കെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് കാര്യമില്ലാണ്ടായിപ്പോയി. ഫസ്റ്റ് എൻട്രി എടുത്തത് 11:26 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ് എടുത്തത്. ഇവിടെ നിന്ന് എടുത്ത് തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ SL അടിച്ച് പിന്നെ കുറച്ചൊക്കെ മേലോട്ട് പോയി, പിന്നെ കുറേ താഴോട്ടേക്ക് നിന്ന്. കുഴപ്പമില്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് എൻട്രി എടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ 14:09 എൻട്രി എടുത്തത്. 14:09 SL അടിച്ച് 14:09 ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ക്യാൻഡിലാണ് ഞാൻ പുട്ട് ഓപ്ഷൻ എടുത്തത്. ഈ ക്യാൻഡിലെടുത്ത് ഈ ക്യാൻഡിൽ തന്നെ SL അടിച്ചിട്ട് കുത്തനെ താഴോട്ട് ഇറങ്ങിയത് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫ്ലാറ്റ് റേറ്റിൽ നോക്കുകയാണെങ്കിൽ കാണാം 345.8 എടുത്തത്. 326 ഒരു 20 പോയിൻ്റാണ് SL അടിച്ചത്. 45 26 SL അടിച്ച് 345 ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത്. ഈ ക്യാൻഡിൽ തന്നെ ഇവിടെ SL അടിച്ചിട്ട് ഓളങ്ങോട്ട് കയറി അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ കൂട്ടാണ്ട് പോയി. അതിന് കുഴപ്പമൊന്നുമില്ല, സങ്കടമൊന്നും ഇല്ലെങ്കിൽ പോവുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. പിന്നെ അത് ശീലമുള്ള കാര്യമാണല്ലോ SL അടിച്ച് പോണതൊക്കെ. പിന്നെ ജേണലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജേണലൊരു അടിപൊളി ഇതിൻ്റെ സ്ട്രാറ്റജീൻ്റെ ഒരു മനോഹാരിത ഞാൻ കാട്ടിത്തരാം. അതായത് ഈ കഴിഞ്ഞ ആഴ്ച എടുത്ത ട്രേഡുകളാണിത്. ഈ 24-ാം തീയതി തൊട്ടിട്ട് ഇതുവരെ ഉള്ളത് കംപ്ലീറ്റ്. 24-ാം തീയതി 1, പിന്നെ 25-ാം തീയതി 2, 26-ാം തീയതി എടുത്തില്ല, അന്ന് ഓപ്പർച്യൂണിറ്റി ഇല്ലേനി. 27-ാം തീയതി 1, 28-ാം തീയതി 2. അപ്പോൾ ഇത്രയും ട്രേഡ് ഈ കഴിഞ്ഞ ആഴ്ച എടുത്തതാണ്. ഇതിൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 ട്രേഡ് SL ആണ്. അതായത് കഴിഞ്ഞ ഒരാഴ്ച മൊത്തത്തിൽ ആകെ ഒരു ട്രേഡ് മാത്രമേ എനിക്ക് ടാർഗറ്റ് അടിച്ചുള്ളൂ, ഒറ്റ ട്രേഡ്. ബാക്കി 5 ട്രേഡ് SL ആണ്. എന്നിട്ടും കഴിഞ്ഞ ആഴ്ചത്തെ ടോട്ടൽ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം 70 രൂപ പ്രോഫിറ്റിലാണ്. ഈ 70 രൂപ പറഞ്ഞാൽ അത് ബ്രോക്കറേജ് ഉണ്ടാവുള്ളൂ. അതായത് ബ്രേക്ക് ഈവൻ 0 എന്ന് പറയാം ഈ ആഴ്ച മൊത്തത്തിൽ. അപ്പോൾ ഒരൊറ്റ ടാർഗറ്റും ഇത്രയും കണ്ടമാനം SL അടിച്ചിട്ട് നമ്മൾ ബ്രേക്ക് ഈവനിലെത്തി പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിനുള്ള ഒരേ ഒരു കാരണം റിസ്ക് റിവാർഡ് മാത്രമാണ്. പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ 1:5 ആണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണത്. ഒരു ടാർഗറ്റ് അടിച്ചാൽ 5 SL അടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ ലൂസിങ് സ്ട്രീക്കൊക്കെ വരുന്ന സമയത്ത് അടുപ്പിച്ച് കുറേ SL അടിച്ചിട്ട് ഒരൊറ്റ ടാർഗറ്റ് കിട്ടിയാൽ ബ്രേക്ക് ഈവനിലെത്താം. അപ്പോൾ ഈ ലൂസിങ് സ്ട്രൈക്കിൽ ഇങ്ങനെ ബ്രേക്ക് ഈവനിലൊക്കെ പിടിച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി നല്ല പ്രോഫിറ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചലഞ്ച് തുടങ്ങി തൊട്ടിട്ട് 3,700 രൂപ പ്രോഫിറ്റിലാണ്. 25,000 ആണ് എൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ 25,000 വെച്ച് നോക്കുകയാണെങ്കിൽ 2,500 ആയാൽ തന്നെ 10% ആയി. അപ്പോൾ ആകെ 11-12 ദിവസമായിട്ട് ഇന്നിപ്പോൾ 12th ഡേ ആണ് ചലഞ്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ആകെ 12 ദിവസം കൊണ്ട് 10%-ലും എബവ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നാളെ എന്താണെന്നുള്ളത് അറിയില്ല, അത് നാളെ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ജേണലിലുള്ള കംപ്ലീറ്റ് ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ട്രേഡ്സും ഇവിടെ ഉണ്ട്. എല്ലാ ട്രേഡിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചാനലുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അത്രയൊക്കെയാണ് ഡീറ്റെയിൽസ്. പിന്നെയും മേലോട്ട് കയറി പോകുന്നുണ്ട്. ടിപ്പിൽ SL അടിച്ചിട്ട് പറന്ന് പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വിഷയമല്ല. SL ടിപ്പിലടിച്ച് പോയാലും ടാർഗറ്റ് മിസ്സായാലും എന്തായാലും കുഴപ്പമില്ല. നമ്മൾ കറക്റ്റ് റൂള് ഫോളോ ചെയ്യുക. എത്രയ്ക്ക് ഇമോഷണലി ട്രിഗർ ആയാലും നമ്മൾ പതറരുത്. കറക്റ്റായിട്ട് റൂള് ഫോളോ ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച പാക്കലാം.